ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് വയൽച്ചേമ്പാണ് കാണിക്കുന്നത്. വയൽച്ചേമ്പ് കുഴിച്ചിട്ട് പുഴുക്കുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല കാന്താരി ചമ്മന്തിയും വയൽച്ചേമ്പ് പുഴുക്കും ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ന്. കേക്കട്ടെ, കുഴിച്ചെടുത്തിട്ടല്ലേ നമുക്ക് അതൊക്കെ പറയാ. കുഴിക്കട്ടെ. വയൽച്ചേമ്പ് നല്ല കട്ടൻ ചായയും വയൽച്ചേമ്പ് പുഴുക്കും നല്ല രസമായിരിക്കും. കാന്താരി മുളക് ചതച്ചതും എല്ലാം കൂടി തിന്നാൻ നല്ല രസമായിരിക്കും. വയൽച്ചേമ്പ് പഴമക്കാർ പറയാറുണ്ട്. അയ്യോ, തടിച്ചിട്ടില്ല കേട്ടോ. ചെറിയ ഇത് വാഴൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇത് വളർച്ചക്കുറവായതുകൊണ്ട് ചെറിയത്. അതെല്ലാം ഇപ്പോഴത്തെ മണ്ണിട്ടുണ്ടാവും. ഇതൊക്കെ ഇവിടെ കുഴിച്ചിട്ടിട്ട് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് കുറച്ച് മൂത്ത് വാഴൻ്റെ അടിക്കായതുകൊണ്ട് അവിടെ ഇവിടെ നിന്ന് ഓരോന്നോരോന്നാ ഉള്ളൂ. ഇത് യഥാർത്ഥ പറയുകയാണെങ്കിൽ ഇത് കർക്കിടകത്തിൽ കുഴിച്ച് തിന്നുന്ന ചേമ്പാണ്. ഈ സമയം കഴിഞ്ഞു പോയി. എന്നാലും എപ്പോൾ കുഴിച്ച് പുഴുങ്ങിയാലും ഇത് വേവും. എനിക്കമ്മ എന്തൊരു വിഷമം നോക്ക് പറിച്ചെടുക്കാൻ. കണ്ടോ, ഇതിനെക്കാളും വലിപ്പുണ്ടാവും. പക്ഷേ വൈകി, ഇത് നടാൻ തന്നെ വൈകിപ്പോയി. അതുകൊണ്ടാണ്. വാഴൻ്റെ വേര് നോക്കണേ. വിളിക്കുന്നേ, അത് അപ്പാടെ പറിച്ചെടുക്കും. ഇങ്ങോട്ട് വാ. വാഴേൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങോട്ട് വെക്കുക. അതല്ലേ വാഴേൻ്റെ ചൂട്ടിലായിട്ട് ഇതിലുണ്ടാവും. അയ്യോ, ഇപ്പറൊക്കെ കണ്ണടി. ഇപ്പത്താണ് ചേമ്പുള്ളത്. മാറും, ഞാൻ കുടിക്കട്ടെ. എന്തറിയോ, വാഴ ഉള്ളതുകൊണ്ട് പറിച്ചെടുക്കാൻ വിഷമ. വാഴൻ്റെ വേര് പോകൂലേ. അത് പിന്നെ മോശം. അങ്ങോട്ട് മാറ്, കൈക്കോട്ട് കൊള്ളുവേ. വേണ്ട, ഈ ചേമ്പാണ്. ഇതാ ഞാൻ ചേമ്പ് കണ്ടോ, നല്ല ഇതാ. അയ്യോ, അതിന് കൊത്തല്ല. അതിലെ വാടി ഞാൻ കുത്തുവാണേ. കുറച്ച് ആഴത്തിലായതുകൊണ്ട് വാഴയ്ക്ക് മണ്ണിട്ട കാരണം അവിടെ നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. നോക്കട്ടെ, കൊത്തിപ്പോയി. അയ്യോ, എൻ്റെ തള്ള ഉണ്ടോ. ഇത് പിന്നെയും ചേമ്പുണ്ട് കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞു, ഇതിൽ പിന്നെയും ഉണ്ട്. അതിൻ്റെ ഇതല്ലേ ദൈവമേ, അതെന്തൊരു പാട്. വാഴേൻ്റെ ഇതിലെന്ന് പറയണം, കുട്ടിന്ന് പറയും. ഇതിൽ നല്ല മക്കളുണ്ട് കേട്ടോ. വേണ്ട, നിങ്ങളുടെ അതിനെ കുറിച്ച് നല്ല കുട്ടികൾക്ക് നല്ല വണ്ണുണ്ട് കേട്ടോ ഈ ചേമ്പ്. ഇതിനകത്ത് 1 കിലോളം കിട്ടി. അതന്നെ, ഇത് ചേമ്പ് കുഴപ്പമില്ലല്ലേ. അതിന്റെ പിന്നെ ചൂട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നല്ല മക്കൾ.
വഴിച്ചണ്ടേ വഴിച്ചിട്ട് കുട്ടികൾ കുറവാട്ടോ ഇതിലൊക്കെ കുറവാണ് ഉണ്ടാക്കി മൂത്തിക്കില്ല തോന്നുന്നു. ണ്ടടി വേണ്ട തുളച്ചെടുക്ക്. ഇതിൻ്റെ അകത്തുള്ള കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് വണ്ണുണ്ട് കേട്ടോ. ഇത് നല്ല മൂപ്പുള്ളതാണ്. പുറകിലുണ്ട് ഒരു ചൂടും കൂടെ ഉണ്ടോ. ഇതുപോലെ രണ്ടെണ്ണം ഞങ്ങൾ വൈദ്യ കാത്തുന്നുണ്ട്. ഇത് ഇതിൽ തന്നെ വെക്കാം, ആ ചോട്ടിൽ തന്നെ. അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഓക്കെ ഇവിടെ ഉണ്ടായ ഒരു മണ്ണക്കൂടെ ഇതല്ലേ കുഴിക്കാതെ വെച്ച ചേമ്പാണിത്. കഴിഞ്ഞ പ്രാവശ്യം 24 കുഴിക്കാണ്ട് വെച്ചിട്ട് ഇതെടുക്കണോ? വേണ്ട, രണ്ടാമത്തെ എടുക്കണം. ഇത് ലാസ്റ്റത്തെ കുഴിക്കലാണ്. ഇത് വേവും നന്നാക്കി എടുത്താൽ അറിയല്ലേ ചേമ്പ്. അതൊക്കെ പറഞ്ഞില്ല. ഭയങ്കര ഇനി എടുക്കട്ടെ, നമുക്ക് പോവല്ലേ. ഇതാ ഇത്രയും ചേമ്പ് കുഴിച്ച് മതിയായി. ഇത്രയും കിട്ടി പോവുകയാണേ. ഇനി ഞങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് നന്നായി വൃത്തിയിൽ കഴുകി എടുത്ത് വീട്ടിലേക്ക് പോവുകയാണേ. ശരിയാക്കി പോവുക കേട്ടോ. ഞാൻ ഇവിടെ തോട്ടിൽ നല്ല വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കൊണ്ടുപോയി കഴുകി കഴുകാണ്. പറ്റുന്നില്ല മക്കളെ, പോകാനൊക്കെ ഭയങ്കര വിഷമമാണ്. ബായൻ്റെ അടുക്കൂടെ പോകണമെങ്കിൽ ബുദ്ധിമുട്ടാ. അത് കാരണം ഞങ്ങൾ അവിടെ കൊച്ചെന്തേടി വീട്ടിലാരും ഇതൊക്കെ കൊച്ചിനെയും കൂടി കൂട്ടി ചേമ്പ് കഴുകണമെങ്കിലേ വെള്ളമില്ല. അപ്പം ഇവിടെ കുറച്ച് വെള്ളം കെട്ടി നിർത്തട്ടെ, ചിലത് കഴുകാൻ തുടങ്ങാം. ഇതാണ് ഞങ്ങളെ തോടാണ്. ഇത് തോട്ടിലെ വെള്ളം നല്ല വെള്ളമാണ്. അങ്ങനെ ഉറവ വെള്ളമാണ് ഇത്. പക്ഷെ അവിടെ ഇവിടെ എല്ലാവരും ആവശ്യത്തിന് വേണ്ടി കെട്ടി നിർത്തുന്നതുകൊണ്ടാണ് വെള്ളം കുറവ്. ഇനി ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ നിന്നാണ് കുടിച്ചുകൊണ്ടിരുന്നത്. നല്ല കല്ലുണ്ട് ഇവിടെ കുളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്നല്ല കുളിക്കല്, കുളിമുറി എന്നൊക്കെ. അതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നല്ല വെള്ളത്തിലിട്ട് ഇവിടെ ഇട്ടിട്ട് ഒലിച്ചു പോകില്ലേ. ഇതിന് വേരും പൊട്ടിച്ച് മണ്ണും കളിയാണ് ഇവിടുന്ന്. അത്ര ശുദ്ധമായ വെള്ളം നല്ലല്ലോ ഇത്. കാരണം ഇവിടുന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി ആ ചെടിയൊക്കെ ഇപ്പോൾ കളഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ നല്ല വെള്ളത്തിൽ കഴുകി. ഇതിലിടൽ ഇതൊന്നും ആദ്യം കഴുകിയെടുക്കട്ടെ. ഇതിൻ്റെ കൊള്ളൂല. നമുക്ക് വേറെ അതെ ഇവിടേക്ക് ഇട്, അവിടേക്ക് ഇട്. അത് നല്ല ഇട്. നമുക്ക് ഇതിലുണ്ട് വരി എല്ലാവരും വരി, കഴുകിടാ സമയമില്ല. കുറച്ച് കഴിഞ്ഞ മഴയാണ്. വേഗം വന്ന് കഴുകി കണ്ടോ. ഇത് നല്ല വലുപ്പമുണ്ട്. ഇതാണ് വലിച്ച് എനിക്ക് വേര് പൊട്ടിക്കണം. ഇത് നല്ല കൈയൊക്കെ നന്നായിട്ട് ചൊറിയേ.
ഈ ചേമ്പ് അങ്ങനെ അധികമൊന്നും ചൊറിയില്ല, ചെറുതായിട്ട് ചൊറിയും. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയാൽ മതി. ഇത് തിന്നുമ്പോൾ ചൊറിയൊന്നുമില്ല കേട്ടോ. ഇത് വെന്ത് കഴിഞ്ഞ ചൊറിയൊന്നുമില്ല. വെള്ളുമാണ് ചൊറിയില്ല. പച്ചയ്ക്കാ ചൊറിയത്. അത്ര വലിയ ചൊറിയലുണ്ട്, ചെറുതായിട്ട്. എനിക്ക് ചൊറിയാ നന്നായിട്ട്. കുറച്ച് ബക്കറ്റ് അങ്ങോട്ട് വെക്കാം, അതിപ്പോൾ ഇങ്ങോട്ട് ചരിഞ്ഞ വീട്. എൻ്റെ ദൈവമേ, ഇതെന്തൊരു വെയില, മഴയ്ക്കുള്ള വെയിലാണ് തോന്നുന്നത് കേട്ടോ. ഇന്നൊക്കെ ഭയങ്കര മഴയാണ്, അതുകൊണ്ട് ഇന്ന് ഭയങ്കര ചൂടായി വെയിൽ. കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാനായിരിക്കും ഇങ്ങനെ ചൂട്. മഴ കുറച്ച് കഴിഞ്ഞാൽ ഒരു 3 മണി എന്താണേലും പെയ്യും. അതിൻ്റെ ചൂടാണിപ്പോൾ. എനിക്കിപ്പോൾ തന്നെ ചൊറിയുന്നുണ്ട് കണ്ടോ, ഞാൻ പറഞ്ഞില്ല എനിക്ക് വേഗം ചൊറിയും. എനിക്ക് ചൊറിയും വായിച്ചേമ്പ്. ഇതാ ഇതിൻ്റെ വേരൊക്കെ നന്നായി പൊട്ടിച്ച് കളയണം. ഇത് അധികം തൊലിയോടാണ് പുഴുങ്ങുന്നത്. തൊലിയോടെ പുഴുങ്ങുമ്പോൾ തിന്നാനൊരു രസം. നമുക്ക് തൊലിയോടാണ് പുഴുങ്ങുന്നത്. തൊലിയോടെ പുഴുങ്ങാം. തൊലിയോട് പുഴുങ്ങാനാ? പൊളിച്ച് തൊലിയോടെ പുഴുങ്ങിയിട്ട് പൊളിച്ചെടുക്കാം. ഇത് പറഞ്ഞിട്ട് വേറെ എന്ത് മതി എടുക്കാല്ലേ? ഇത് 2 പാത്രം ചേർന്നു. ഇത് ചൊറിയാളി നോക്കും. കുഴപ്പമില്ല പെണ്ണേ, എന്നെ ഇട്ടു തിന്നാൻ പറ്റില്ല. നല്ലത് അതൊന്നും ചാടൊക്കെ നല്ലപോലെ കഴുകണം. എന്നിട്ട് വേണം ഇതിൻ്റെ അത് കണ്ടോ. ഇതില്ലേ ഞങ്ങൾ ഓടയും കൊണ്ട് ഓട നന്നായി മെടഞ്ഞെടുത്ത ഇത് ഞങ്ങൾ ചാടാന്ന് പറയും. ഇത് കാട് വരാനും പറ്റും, മുറ്റടിച്ചു വാരിയിട്ട് അടിച്ചു വാരി കളയാനും പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞങ്ങൾ സ്വന്തം നെയ്തുണ്ടാക്കിയതാണ്. ഞങ്ങളല്ല കേട്ടോ, ആണുങ്ങൾ. ഇതിൻ്റെ അകത്തിടുക. ചെറിയൻ്റെ പേര് പൊട്ടിക്കാൻ എന്തൊരു പണിയാണ്. വയല് ദൂരമായതുകൊണ്ടേ ഇതിനൊക്കെ ചപ്പാണ് നല്ലത്. ചപ്പൊക്കെ ഇട്ട് നടണം. അങ്ങനെ നല്ല ഞങ്ങളുടെ വീട് കുന്നും പുറത്താണ്, വയല് താഴെയും. അതുകൊണ്ടേ വളമൊക്കെ ഏറ്റിക്കൊണ്ടെന്ന് ഇടാനൊക്കെ ഭയങ്കര വിഷമം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനേക്കാളും നന്നായി വലിപ്പം. ഇതിനൊക്കെ പ്രധാനം എന്തെന്നറിയോ? നെല്ല് കുത്തിയ ഉണ്ണില്ലേ, അതൊക്കെ കൊണ്ടിട്ടാൽ വേഗം കുഞ്ഞുങ്ങൾ വളരും. ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണ്. അച്ഛനുള്ളപ്പോൾ അച്ഛൻ ഈ ചേമ്പ് കൂടുതലായിട്ട് നട്ടു കൊടുക്കും. അന്നേരം നല്ല കൂട്ടുകുടുംബത്തിലാണ്. അച്ഛന് ഇഷ്ടമാണ് ഇത്. നല്ലതാ, ഇത് ആരോഗ്യത്തിനൊക്കെ നല്ലതാ. ചേമ്പ് ആരോഗ്യത്തിനൊക്കെ നല്ല ചേമ്പാണ്. ഇതിൽ ഇംഗ്ലീഷ് വളമൊന്നും അധികം ഇടാത്തതാണല്ലോ. ഈ ചേമ്പ് തന്നെ 2 കണ്ടായിട്ട് അച്ഛൻ നട്ട് ഉണ്ടാക്കും. അച്ഛനൊക്കെ പോയതിന് ശേഷം അധികം ചപ്പാണ് ഇടേണ്ടത്. ചപ്പ്, കരിയില. നല്ല നെല്ല് കുത്തിയ ഉണ്ണി. നിങ്ങളല്ലേ ഇപ്പോൾ എടുക്കുന്നില്ല തന്നെ ഈ കഴുകി കൊണ്ടുവന്ന് ഇത് കഴുകി വൃത്തിയാക്കി വെച്ച് ചെമ്പിൻ്റെ അകത്തേക്ക് ഇട്ടു. വെള്ളം ഒഴിക്കട്ടെ. പാകത്തിന് വെള്ളം ഒഴിക്കണം. ഒരുപാട് ഒഴിക്കണ്ട, പാകത്തിന് വെച്ചാൽ മതി. അത് മതി. ഇനി ഇതിലേക്ക് ഉപ്പ് പിടിച്ചോ. ഇത് പിടിച്ചോ. നമുക്ക് അടുപ്പത്തേക്ക് വെക്കട്ടെ. തീ പിടിക്കും വിഷമാണ്. മഴ പെയ്തുണ്ട്. തേങ്ങത്തൊണ്ടാണ് ഒരുപാട് തേങ്ങത്തൊണ്ട്. വേറെ കല്ല് വെക്കേണ്ടി വരും. വേണ്ട, കുറച്ചും കൂടി പൊങ്ങി വേണ്ട. ഒരു മൂടി എടുത്തോണ്ട് വരുവാ.
തീ പിടിക്കാൻ ഭയങ്കര പണിയാണ്. ഇന്നലെ മഴ വലിയൊരു മഴയാണ് ഇന്നലെ പെയ്തത്. അതുകൊണ്ട് തീ പിടിച്ച് വരണം. ഇത് ഇപ്പം വിറക് മൂട്ടി ചെയ്യുമ്പോൾ ഉപ്പ് പാകത്തിന് ഉപ്പ് ഇടുന്നേ. പാകത്തിന് ഉപ്പിട്ട് മൂടി വെക്കട്ടെ. മൂടി വെച്ചാൽ തിളയ്ക്കുള്ളൂ. ഇനി ഇത് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് ഒരു അരമണിക്കൂറോളം തിളയ്ക്കണം. എന്നാലേ അത് വേവ് കിട്ടുള്ളൂ. ഇറക്കിയിട്ട് കാണാം ഇനി നമുക്ക്. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചേമ്പ് കഴിക്കാനായി ഇതാ ഇവിടെ കാന്താരി മുളക് പറിച്ച് വെച്ചിട്ടുണ്ട്. അത് ചെറിയുള്ളിയും കാന്താരി മുളകും കൂടി രണ്ടും കൂടി ചതച്ചെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണൊക്കെ ഇട്ട് നന്നായിട്ട് ജോയിൻ്റ് ആക്കിയിട്ട് ചേമ്പും രണ്ടും കൂടി കഴിക്കാൻ വേണ്ടിയാണ്. ഇതാണ് കാന്താരി മുളക്, ഉള്ളി, ഉപ്പ്. ചെറിയുള്ളിയാണ് നല്ലത്. പക്ഷെ ചെറിയുള്ളി ഇപ്പോൾ ഇല്ലാത്ത കാരണം ഞങ്ങൾ വലിയ ഉള്ളിയാണ് ഇട്ടെ. ഇതിനി മിക്സിയിലിട്ടിട്ട് നന്നായി അടിക്കും. അടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ജോയിൻ്റ് ആക്കിയിട്ടില്ലേ കഴിക്കാം. ഉള്ളിയും കാന്താരി മുളകും ഉപ്പും കൂടി ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കല്ലിലാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ കല്ലൊന്നും ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് മിക്സിയിലാണ് ഞങ്ങൾ അരച്ചത്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. എന്നാൽ നല്ല എരിവും കുറച്ച്. ചേമ്പ് വെന്തോ നോക്കട്ടെ. ഇപ്പം വെച്ചിട്ട് അരമണിക്കൂറോളമായി. ചേമ്പ് വെന്തോ നോക്കട്ടെ. കുറച്ച് വെള്ളം കൂടിപ്പോയി കേട്ടോ. ഓ അതൊക്കെ വെന്തിതാ നന്നായി വെന്തു. അതുണ്ടോ എടുക്ക്. എന്നിട്ട് പിന്നെ വെള്ളം ഊറ്റി. വെള്ളം ഊറ്റണം. കുറച്ച് വെള്ളം കൂടി പോയതാണ്. കുറച്ച് വെള്ളം ഊരിക്കട്ടെ. വെള്ളം എന്തായാലും ഊറ്റിയെടുക്കേണ്ടതല്ലേ. അത് ഊറ്റിത് കാണണ്ട. അവിടെ അങ്ങനെ നല്ല നാക്കി ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. വെള്ളം നന്നായി വറ്റണം. എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. വെള്ളം വാർത്തു. എന്നാലും അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. അതൊന്ന് വറ്റിക്കോട്ടെ. അത് വറ്റിയിട്ട് ഇറക്കി വെക്കാം. അതുകൊണ്ട് കോരി ഇലക്കകത്ത് എഴുതാൻ പോവുകയാണ്. ഇതാണ് നന്നായി വെന്ത് കിട്ടും. കോരിയെടുക്കുമ്പോൾ ഭയങ്കര പാടായതുകൊണ്ടേ ചെരുവിൻ്റെ അസുഖം പോവാടെ. വെള്ളമുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. പൊരിക്കിൻ്റെ അകത്ത് ഇടട്ടെ. വെള്ളം മറക്കിന്നിട്ടായി അല്ല കാന്താരി മുളക് ചതച്ച് വെച്ചത് ഇതാണ്ട് അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അത് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ചൂടാണ് ഭയങ്കര. എൻ്റെ ദൈവമേ കണ്ടോ പൊളിച്ചെടുത്ത്. പൊളിക്കാനൊക്കെ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ തൊലിയോട് പുഴുങ്ങുന്നതാണ് ടേസ്റ്റ്. ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. പക്ഷേ തൊലി കളഞ്ഞിട്ട് നമ്മൾ കഴിക്കട്ടെ. ശ്രീരാമുളക് നല്ല രസമുണ്ട്. നല്ല രസം. ഇങ്ങനെ ചെയ്ത് നോക്കണേ. രസം. അപ്പൊ
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായി വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.